പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങൾ ഇല്ലാത്ത സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ തന്നെ കീറി മുറിക്കുന്ന രാഷ്ട്രവിരുദ്ധ സമീപനങ്ങൾ ഇന്ന് ഭാരതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങളില്ലാത്ത സമാധാനപരമായ ശത്രു സംഹാര സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. യുദ്ധത്തിന്റെയും അരക്ഷിതാവസ്ഥയുടേതുമായ ഇന്നത്തെ ലോകത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണെന്നും യുദ്ധവെറിയന്മാർക്കും കൊതിയന്മാർക്കും ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചോദനമാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വളരെ സമാധാനപൂർണമായിട്ടുള്ളൊരു സമരമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം നമ്മുടെ രാജ്യത്തെമ്പാടും നടത്തുവാൻ. ആ സമരത്തിൽ സ്ത്രീകൾ ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സ്ത്രീ സമൂഹത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടവർ എല്ലാം തന്നെ ആ സമരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കാളിയായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ചർക്ക ഉൾപ്പെടെ അതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നെയ്ത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹമൊക്കെ പോയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇന്നും അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെതിയടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഡൽഹിയിൽ ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ മനോഹരമായി അലങ്കരിച്ച് ആര് ചെന്നാലും അതൊക്കെ തുറന്നു കൊടുക്കുവാനും ഇതൊക്കെ കാണുവാനും ഒക്കെയുള്ള അവസരം അത് മഹാത്മജിയെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം. നമുക്കറിയാം, വട്ടമേശ സമ്മേളനവും മധ്യതല സമ്മേളനങ്ങളും ഒക്കെ പങ്കെടുക്കുവാൻ അതേ കേരളത്തിൽ നിന്ന് പോകുമ്പോഴും ഒരു ഷർട്ട് പോലും ധരിക്കാതെ ദേഹത്തോടു കൂടി ഒരു നല്ല ടവൽ എടുത്ത് ഇങ്ങനെ ചുറ്റിപ്പോകുന്ന, കാലിൽ ഒരു പെരിയടി ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു പടിയും പിടിച്ച് പോകുന്ന, കണ്ണിലെ ആ പ്രത്യേകതരം കണ്ണട ഉൾപ്പെടെ അദ്ദേഹം ധരിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിപ്പോഴും നമ്മുടെ മുന്നിൽ ഇത് കാണാൻ സാധിക്കും. നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിനെ ഇന്ന് നമ്മുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നല്ലതുപോലെ കാണുവാൻ, നമ്മുടെ മനസ്സിനകത്ത് ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മഹാത്മജി എന്ന് എടുത്തു പറയുവാൻ സാധിക്കും. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടന്ന ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവിക്ക് നൽകി നിർവഹിച്ചു. അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സജീവ് മറ്റത്തിൽ, ഡോക്ടർ അരുൺ ഉമ്മൻ, റോയ് ക്രിസ്റ്റി, മേരി ലോപ്പസ്, എം പ്രമോദ്, ആർ രാജേഷ്, പ്രകാശ് സ്വാമികൾ, വി ആർ പ്രകാശൻ, ചന്ദ്രശേഖർജി, സിസ്റ്റർ ആഞ്ചലീന മൈക്കിൾ എന്നിവർ മന്ത്രിയിൽ നിന്നും ഈ വർഷത്തെ മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുകൾ ഏറ്റുവാങ്ങി. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി മുഖ്യാതിഥിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തി. ആർ പ്രകാശൻ പിള്ള, ജയദേവൻ നായർ, വിതുര റഷീദ്, ഡോക്ടർ പത്മകുമാർ, ഷീബ റോയ്സ്റ്റൺ, എം രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.